നോയമ്പുകാല ധ്യാനത്തിൻ്റെ മറ്റൊരു അനുഗ്രഹീത മണിക്കൂറിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു നിമിഷം നമ്മളെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 37 വചനം. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവ് മലയിൽ വിശ്രമിച്ചു. വീണ്ടും ഒരു വചനം കൂടി, 22:39. 22:39 വചനം. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. നമുക്കറിയാം, നമ്മൾ വായിച്ച തിരുവചന ഭാഗം, യേശു എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിക്കുന്നു. യേശു വിശ്രമിക്കാൻ പോയ സ്ഥലം സുവിശേഷം പറയുകയാണ്, അത് ഒലിവ് മലയാണ്. നമുക്കറിയാം, ഒലിവ് മലയിലാണ് ഗെത്സമൻ തോട്ടം, ഒലിവ് മലയിലാണ് യേശു രക്തം വിയർക്കുന്നത്. ഒലിവ് മലയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുക ഒലിവ് മല ഈശോയോട്. പല അനുഭവങ്ങളും, ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ചാണെങ്കിൽ 8 അധ്യായത്തിൻ്റെ 1 വചനം, യോഹന്നാൻ 8:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശു ഒലിവ് മലയിലേക്ക് പോയി, അതിരാവിലെ വീണ്ടും അവൻ ദേവാലയത്തിലേക്ക് വന്നു. അപ്പോൾ യേശുവിൻ്റെ പല രാത്രികളും ഒലിവ് മലയിലായിരുന്നു എന്ന ഒരു സൂചനയുണ്ട്. യേശുവിൻ്റെ പല രാത്രികളും ഒലിവ് മലയിലായിരുന്നു. നമുക്കറിയാം, സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. എന്ന് വെച്ചാൽ ശിഷ്യന്മാരോടൊപ്പം പെസഹ ഭക്ഷിച്ചിട്ട് ഈശോ പോകുന്നത് ഒലിവ് മലയിലേക്കാണ്. വചനം പറയുന്നുണ്ട്, യൂദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ യൂദാസിന് പോലും കൃത്യമാണ് യേശു രാത്രി എവിടെ കാണും, യേശു രാത്രി എവിടെയായിരിക്കും എന്നത് കൃത്യമായ ഒരു കാര്യമാണ്. അവൻ ഒലിവ് മലയിൽ കാണും. പ്രിയപ്പെട്ടവരെ, ഒലിവ് മലയിൽ നിന്നാണ് യേശു കാൽവരിയിൽ എത്തുന്നത്. ഒലിവ് മലയിൽ നിന്ന് കാൽവരിയിൽ എത്തുമ്പോഴേ കാൽവരി രക്ഷാകരമാകൂ. നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ കാൽവരിയുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ഒലിവ് മലയുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാൽവരിയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുരിശുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹനമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒലിവ് മലയുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഒലിവ് മലയിൽ നിന്ന് കാൽവരിയിലെത്തിയാലേ കാൽവരി രക്ഷാകരമാകൂ. ഈ ഒലിവ് മലയിൽ നിന്ന് നമ്മൾ എത്തിയാലേ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ പറ്റൂ. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനം വായിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കത് ക്ലിയർ ആകും. 1:14, അപ്പസ്തോല പ്രവർത്തനം 1:14 പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 1:12 അവർ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. നമുക്കറിയാം എന്താ അവിടെ സംഭവിക്കുന്നത്. സംഭവിക്കുന്ന കാര്യം ഇതാണ്, അവിടെ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതാണ്. യേശു അവർ ഒലിവ് മലയിൽ നിന്ന് പോയി മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ 12 പേര് പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പന്തക്കുസ്ത വരുന്നു, സഭ രൂപപ്പെടുകയാണ്. സഭ രൂപപ്പെടുന്നത് എവിടുന്ന? അവർ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി. ഒലിവ് മലയിൽ നിന്ന് അവർ പോയി. അപ്പസ്തോല പ്രവർത്തനം 1:12 അവർ ഒലിവ് മലയിൽ നിന്ന് പോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഭ രൂപപ്പെടുന്നത്, സഭാ ശുശ്രൂഷകൾ രൂപപ്പെടുന്നത്, ജീവിതത്തിലെ സഹനം രക്ഷാകരമാകുന്നത് ഈ ഒലിവ് മലയിൽ നിന്നാണ്. യേശു രാത്രി മുഴുവനും വിശ്രമിക്കുന്നത് ഒലിവ് മലയിലാണ്. യേശു രാത്രി മുഴുവനും വിശ്രമിക്കുന്നത് ഒലിവ് മലയിൽ നിന്ന് വരുന്ന യേശുവാണ്
ഇത് യേശു ഒലിവുമലയിൽ നിന്ന് ദേവാലയത്തിലേക്ക് വരുമ്പോഴാണ് ആ പാപത്തിൽ പിടിക്കപ്പെട്ട പെണ്ണിനെ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് യേശു എന്ത് പറയുന്നത്? യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഇതാ ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഒലിവുമലയിൽ നിൽക്കുന്ന ഈശോയിൽ നിന്ന് പുറപ്പെടുന്നതാണ് കരുണ. ഒലിവുമലയിൽ നിന്ന് പുറപ്പെടുന്നു. ഇതാ ഈശോ ഒലിവുമലയിൽ നിൽക്കുമ്പോൾ ഈശോയെ പിടിക്കാൻ വരുന്നു. പത്രോസ് വാളൂരി വെട്ടുന്നു, വാൾ അതിൻ്റെ ഉറയിലിടുക, എന്നിട്ട് പറഞ്ഞ് ഈശോ അവനെ സുഖപ്പെടുത്തുന്നു. യേശു എല്ലാ കാര്യങ്ങളെയും ഒലിവുമലയിൽ നിന്ന് സ്വീകരിക്കുന്നു. അവൻ രാത്രി മുഴുവനും അവിടെ വിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ഒലിവുമല സ്ഥിരം ജീവിതത്തിൽ വരുമ്പോഴാണ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് രക്ഷാകരമായിട്ട് മാറുന്നത്. ഒലിവുമലയിൽ നിന്ന് നമ്മൾ എല്ലാം ചെയ്യുമ്പോഴാണ് അത് സൗഖ്യപ്പെടുത്തുന്നതും രക്ഷാകരമായിട്ട് മാറുന്നതും എന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഒലിവുമല പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ദിനചര്യയുടെ ഭാഗമാണ്. എല്ലാ ദിവസവും പതിവ് പോലെ എല്ലാ ദിവസവും അവൻ ഒലിവുമലയിലേക്ക് പോയി. അപ്പോൾ അത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിരം ദിനചര്യയാണ്. അത് ഭാഗമാണ്. ഒലിവുമല ഭാഗമാണ്. ഒലിവുമല ഈശോയെ സംബന്ധിച്ച് എന്ത് പ്രശ്നം വന്നാലും ഒഴിവാക്കാൻ പറ്റാത്തൊരിടം ഒലിവുമലയാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും യേശുവിനെ അവിടെ കാണാൻ സാധിക്കും. ഇത് യൂദാസിന് പോലും അറിയാം. എന്ത് പ്രശ്നം വന്നാലും യേശുവിനെ ഒലിവുമലയിൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഒലിവുമല യേശുവിനെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെ ഇടമാണ്. പ്രാർത്ഥനയുടെ ഇടത്തിൽ നിന്ന് നീ നിൻ്റെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ മല സ്വീകരിക്കുക. അതാണ് ഈശോ നമ്മളോട് പഠിപ്പിക്കുന്നത്. നമുക്ക് മറ്റൊരു തിരുവചന ഭാഗം എടുക്കാം. അത് മത്തായിയുടെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ മനോഹരമായ ഒരു സംഭവം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. അവിടെ ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നൊരു കാര്യം, ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു ജനസാഗരം യേശുവിൻ്റെ ചുറ്റും വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരാൾ ഒരു കാര്യം വന്ന് യേശുവിൻ്റെ ചെവിയിൽ പറയുന്നു. അല്ലേ, ഇപ്പം നമ്മളിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ധ്യാനം അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ജനാവലി ഇരിക്കുന്നു. പെട്ടെന്ന് ചെവിയിൽ വന്നൊരു രഹസ്യം പറയുന്നു. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മളൊക്കെ അത് റെഡിയാക്കാം, അല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് അത് കണ്ടിന്യൂ ചെയ്യും. എന്നാൽ യേശു എന്ത് ചെയ്തു? യേശു ഇത് കേട്ടു അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. യേശു അനേകായിരങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരോ വന്ന് ഒരു കാര്യം പറയുന്നു. ഇത് കേട്ടുടനെ യേശു എല്ലാം സ്റ്റോപ്പ് ചെയ്ത് യേശു വഞ്ചിയിൽ കയറി വിജന സ്ഥലത്തേക്ക് പോയി. മത്തായിയുടെ സുവിശേഷം ഇത് വായിക്കുമ്പോൾ ഈ സ്ഥലത്ത് ലൂക്കായാണെങ്കിൽ എഴുതേണ്ട ഒരു വചനം, യേശു ഒലിവ് മലയിലേക്ക് പോയി, വിജന സ്ഥലത്തേക്ക് പോയി, വിശ്രമിക്കാൻ പോയി, അല്ലെങ്കിൽ യേശു ഒറ്റയ്ക്കിരിക്കാൻ പോയി. നമുക്കറിയാം ആ വിജന സ്ഥലത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെ സുവിശേഷകന്മാർ ഒരുപോലെ പറയുന്ന കാര്യം അവൻ പ്രാർത്ഥനയിലേക്ക് പിൻവാങ്ങി എന്നാണ്. ഇനി എന്താണ് യേശു കേട്ടത്? യേശു എല്ലാ ശുശ്രൂഷയും സ്റ്റോപ്പ് ചെയ്യാൻ പാകത്തിന് യേശു കേട്ട ആ വാർത്ത എന്താണ്? അതാണ് മത്തായിയുടെ സുവിശേഷം 14-1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 14-1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. ആ വചനം ഇതാണ്: തനിക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകൻ വധിക്കപ്പെട്ടു. സ്നാപകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് യേശുവിൻ്റെ കാതിൽ വരുന്നത്. സ്നാപകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത യേശുവിൻ്റെ കാതിൽ വരുമ്പോൾ യേശു ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നൊരു കാര്യം, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥനയിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയത എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും പ്രാർത്ഥനയിൽ നിന്ന് സ്വീകരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ പ്രാർത്ഥന ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാവുക. ഒലിവുമല ഇല്ലാതെ ഒരു സഹനവും രക്ഷാകരമാകില്ല. ഒലിവുമലയില്ലാതെ ഒന്നും നന്മയാകില്ല. ഒലിവുമലയില്ലാതെ ഒരു കാൽവരിയും ഉയർപ്പിൽ എത്തില്ല. അതിനാൽ ഒലിവുമലയില്ലാതെ ഒരു പന്തക്കുസ്തായുമില്ല. ഒലിവുമലയില്ലാതെ ഒരു സഭയുമില്ല.
ഒലിവ് മലയിൽ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവുക. അപ്പോൾ ഒലിവ് മലയിലെത്തിയ യേശു എന്ന് പറയുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതെത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. നമ്മളും യേശു കേട്ടതുപോലെയുള്ള വാർത്തകൾ കാതുകളിൽ കേൾക്കുന്നുണ്ട്. യേശു കേട്ടതുപോലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. യേശു നിന്നതുപോലുള്ള പ്രതിസന്ധിയിൽ നമ്മളും നിൽക്കും. ഈശോ പറയുന്നുണ്ട്, പച്ചമരത്തിന് ഇതാണ് സംഭവിച്ചതെങ്കിൽ ഉണക്കമരത്തിന് എന്ത് തന്നെ സംഭവിക്കുകയില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ പ്രാർത്ഥനയിൽ നിന്ന് സ്വീകരിക്കുക. യേശു ഉടനെ പോകുന്നത് പിതാവിൻ്റെ അടുത്തേക്കാണ്. എന്ന് വെച്ചാൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. യേശു എപ്പോഴും പറഞ്ഞൊരു കാര്യം, മൈ ഫാദർ ഈസ് ഓൾവേസ് വിത്ത് മീ. എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോയാലും ഞാൻ തനിച്ചല്ല. എനിക്ക് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പിതാവ് എൻ്റെ കൂടെയുണ്ട് എപ്പോഴും. എന്തിനാ ഈശോ ഈ ഓട്ടം? യേശു ഈ പോക്ക് എന്തിനാ? ഈ പോക്ക് യേശു പ്രാർത്ഥനയിൽ എന്തെല്ലാം നമ്മൾ നിർത്തുന്നുവോ അതെല്ലാം അനുഗ്രഹമാകും. ദൈവത്തോട് ചേർത്ത് നമ്മൾ എന്തിനെല്ലാം നിർത്തുന്നുവോ അത് അനുഗ്രഹമായിട്ട് മാറും. ഇത് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പോലും അങ്ങനെ ഒരു ഉപമ പറഞ്ഞുകൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് അല്ലേ. നമ്മളറിയാം, ഈശോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈശോ ഒരുപാട് കാര്യങ്ങൾ, രോഗിയെ സുഖപ്പെടുത്തി, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചു, മരിച്ചവനെ ഉയർത്തി, അപ്പം വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ഈശോ എല്ലാ അത്ഭുതങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ യേശുവിനോട് കൂടെ ജീവിച്ചിരുന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തവർ ചോദിച്ചത്? അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്ക്. യേശുവിൻ്റെ കൂടെ 3 വർഷം ഉണ്ടായിരുന്നവർ എല്ലാ കാര്യങ്ങളിലും യേശുവിനോടൊപ്പം ഉണ്ട്. ഇവർ യേശുവിനോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, ഇത് ഞങ്ങളെ പഠിപ്പിക്കണം, ഇത് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം, ഇത് പഠിക്കണം, ഇത് പഠിക്കേണ്ടതാണ്, ഇത് ബാക്കിയൊന്നും പഠിപ്പിക്കാൻ പറയുന്നില്ല, ഇത് പഠിപ്പിക്കണം. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ചോദ്യം. ഇതാണ്, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുക. ഇതാണ് ഈശോ ശിഷ്യന്മാർ ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഞങ്ങളെ പ്രാർത്ഥിക്കുക. ഇതൊന്ന് പഠിപ്പിക്കാവോ എന്ന ചോദ്യം. നമ്മൾ എത്ര കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ചോദിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളിലേക്ക് നോക്കിയ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, കാനായിലെ കുടുംബത്തിൽ വീഞ്ഞുണ്ടാക്കിയ കർത്താവെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, ഇതെല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ? ശിഷ്യന്മാർക്ക് ഇത് ചോദിക്കാമായിരുന്നു. അവർ യേശുവിനെ അനുഗമിച്ചത് യേശു ദൈവപുത്രനാണ് എന്നൊന്നും മനസ്സിലാക്കിയിട്ടല്ല. അവരുടെ ലക്ഷ്യം ഭൗതികമായിരുന്നു. പക്ഷേ അവരോർക്കുക, അവരറിയാതെയെങ്കിലും അവർ യേശുവിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ് റിലേഷൻ ടു ഹിസ് ഫാദർ. യേശുവിൽ അവർ കണ്ട ഏറ്റവും ആകർഷണീയമായ കാര്യം പിതാവിനോടുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ആത്മീയ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ, സമർപ്പിത ജീവിതത്തിൻ്റെ തകർച്ചയുടെ പിന്നിൽ പ്രാർത്ഥനയില്ല. എല്ലാവരും പറയുന്ന കാര്യം സമയമില്ല പ്രാർത്ഥിക്കാൻ. എല്ലാവരും പറയുന്ന എല്ലായിടത്തുള്ള കാര്യമാണ്. സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ധ്യാനിപ്പിക്കുമ്പോഴും അച്ഛന്മാരുടെ അടുത്ത് ധ്യാനിപ്പിക്കുമ്പോഴും എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം, അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും പ്രശ്നം ഇതാണ്, പ്രാർത്ഥിക്കാൻ സമയമില്ല. സിസ്റ്റേഴ്സ് സ്കൂളാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളാണ്, പിന്നെ വൈകുന്നേരം വന്ന മഠത്തിലെ കാര്യം, അത് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഒരിക്കൽ ഒരു പെൺകുട്ടി അപ്പനോട് പറഞ്ഞു, എനിക്ക് മഠത്തിൽ പോകണം. അപ്പൻ ശക്തമായിട്ട് എതിർത്തു. നീ ഇപ്പം എന്തിനാണ് മഠത്തിൽ പോകുന്നത്? നീ മഠത്തിൽ പോകണ്ട. അവൾ വീണ്ടും പറഞ്ഞു, എനിക്ക് മഠത്തിൽ പോകണം. അപ്പൻ ശക്തമായിട്ട് എതിർത്തു. അവൾ പട്ടിണി കിടന്നു. അപ്പോൾ അപ്പൻ ചോദിച്ചു, നീ മഠത്തിൽ പോകാനൊരു കാരണം പറ. എനിക്ക് പ്രാർത്ഥിക്കണം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അല്ല, എനിക്ക് പ്രാർത്ഥിക്കണം. ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല, മഠത്തിൽ തന്നെ പോകണം. അങ്ങനെ അപ്പൻ, ഇനി അതിന് തടയേണ്ട, ദൈവകാര്യമല്ലേ, പ്രാർത്ഥിക്കാൻ പോട്ടെ, പ്രാർത്ഥിക്കാൻ പൊക്കോളാൻ പറഞ്ഞു.
അങ്ങനെ മകൾ മഠത്തിലൊക്കെ ചേർന്നു. 2-3 വർഷം കഴിഞ്ഞു. അപ്പൻ ഒരാഗ്രഹം, മകളെ പോയി കാണണം. അപ്പോൾ അദ്ദേഹം വിളിച്ചു ചോദിക്കാൻ സംവിധാനങ്ങളൊന്നും ഇന്നത്തെ പോലെയില്ല. ഒരു ദിവസം അപ്പൻ മകളെ കാണാൻ മഠത്തിൽ ചെന്നു. മഠത്തിൻ്റെ ഹോളിംഗ് ബെല്ലടിച്ചു. മഠം സുപ്പീരിയർ മദർ ഇറങ്ങി വന്നു. എന്തു വേണം? മകൾ, അപ്പൻ പറഞ്ഞു, ഞാൻ ഇന്ന സിസ്റ്ററുടെ അപ്പനാണ്, അവളെ ഒന്ന് കാണാൻ വന്നതാ. അപ്പം മദർ പറഞ്ഞു, അവൾ ഇവിടെ ഇല്ല, അവൾ പ്രാർത്ഥിക്കാൻ ഇന്ന സ്ഥലത്ത് ഒരു 40 ദിവസത്തേക്ക് പോയിരിക്കുക. അപ്പോൾ ആ അപ്പൻ ചോദിച്ചു, അപ്പോൾ അവൾ പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞാലോ ഇങ്ങോട്ട് പോകുന്നത്, ഇനി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേറെ സ്ഥലത്തേക്ക് പോയോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ ഉള്ള വിളി, അല്ലെങ്കിൽ ഈശോയോട് കൂടെ ആയിരിക്കാനുള്ള വിളി, ഇത് മറക്കുകയാണ് എന്നത്. അതിന് നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ട്. അത് വൈദികർക്കുണ്ട്, കുടുംബത്തിനുണ്ട്, എല്ലാവർക്കും കാരണമുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പല പ്രാർത്ഥനയ്ക്കും എല്ലാവരും ഇവിടെയില്ല. മകൻ വിദേശത്താണ്, അല്ലെങ്കിൽ ഭാര്യ അവിടെയാണ്, എല്ലാവരും കാരണമുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യപ്പെടുമ്പോഴൊക്കെ ഓൺലൈനിലോ വീഡിയോ കോളിലോ നമ്മളെല്ലാവരും ഒരുമിച്ച് വരുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാൻ മാത്രം, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഇല്ലാതാകുന്നു എന്നത് ഒരു കാര്യം ഓർക്കുക. പ്രാർത്ഥന ഇല്ലാതാകുന്നിടത്ത് ഉറപ്പായിട്ടും പ്രാർത്ഥന പരാജയപ്പെടുന്നിടത്താണ് പിശാച് സാമ്രാജ്യം തീർക്കാൻ ശ്രമിക്കുന്നത്. പ്രാർത്ഥനയിൽ വീഴുന്നിടത്താണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇതാ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. 1 മണിക്കൂർ നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റില്ലേ? ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിനക്ക് 1 മണിക്കൂർ ഒരു ദിവസം എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റില്ലേ? നിൻ്റെ സമർപ്പിത ജീവിതത്തിൽ 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റില്ലേ? പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ശ്രമിച്ചു. ഞാൻ നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്ന് ഒരു കാര്യം ഓർക്കുക, ഇന്ന് എവിടെയെല്ലാം സഭ വീഴുന്നുണ്ടോ, സഭ പ്രാർത്ഥനയിൽ നിന്ന് മാറുന്നുണ്ട്. എവിടെയെല്ലാം കുടുംബം തകരുന്നുണ്ടോ, കുടുംബം പ്രാർത്ഥനയിൽ നിന്ന് മാറുന്നുണ്ട്. പ്രാർത്ഥന സ്ഥിരപ്പെടുത്തുക. 1 മണിക്കൂർ ഉണർന്നിരിക്കുക എന്ന യേശുവിൻ്റെ വചനം ഇന്ന് മുമ്പ് എന്നത്തേക്കാളും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറുകയാണ്. പ്രാർത്ഥനയിൽ നിന്ന് എല്ലാം സ്വീകരിക്കുക, പ്രാർത്ഥനയിൽ നിൽക്കുക. നിൻ്റെ കാൽവരിയുടെ മുമ്പിൽ നീ പ്രാർത്ഥനയിൽ നിൽക്കുക. ഇതാണ് ഈശോ പറയുന്നത്. നമുക്കറിയാം, ലൂക്ക 11 ഈശോയോട് ശിഷ്യന്മാർ പ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ യേശുവിനോട് പറഞ്ഞപ്പോൾ, യേശു പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചതിന് ശേഷം ഈശോ പ്രാർത്ഥനയ്ക്ക് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അങ്ങനെയാണ് ഈശോ പറയുന്നത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതന് യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കുവാൻ എനിക്കൊന്നുമില്ല. ഈശോ ഒരു സംഭവം പറയുകയാണ്. നിങ്ങൾക്കൊരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ ഓടി അർദ്ധരാത്രി നിങ്ങളുടെ അടുത്ത് വരുന്നു. ആ സ്നേഹിതൻ പറയുന്ന കാര്യം എന്താ? എനിക്കൊരു 3 അപ്പം വായ്പ താ. ഇപ്പോൾ ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് വന്നു. ഇന്ന് രാത്രി ഞാൻ പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരാൾ വരുമെന്ന്. അങ്ങനെ ഒരാൾ ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എൻ്റെ അടുത്ത് വന്നു. പക്ഷേ എനിക്ക് എൻ്റെ കൈ കൊടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ ഓടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വരും. ഈ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു അതിഥി വരികയാണ്. വിളിച്ചു പറയാതെ, അപ്പോയിൻമെൻ്റ് എടുക്കാതെ, വിളിച്ചു പറയാതെ ഒരതിഥി വരുന്നു. വിളിച്ചു പറയാതെ വരുന്നു. അന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ, അന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗസ്റ്റ് ജീവിതത്തിലേക്ക് വരുമെന്ന്. എന്നാൽ അൺഎക്സ്പെക്റ്റഡായ പ്രതീക്ഷിക്കാത്ത അതിഥി പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷണക്കത്തടിച്ചിട്ടൊന്നുമല്ല രോഗം ജീവിതത്തിൽ വരുന്നത്. നമ്മൾ ക്ഷണക്കത്തടിച്ചിട്ടൊന്നുമല്ല ദാരിദ്ര്യം വരുന്നത്. നമ്മൾ ക്ഷണക്കത്തടി
അടിച്ചിട്ടൊന്നുമല്ല പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. അത് അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈശോ പറയുകയാണ്, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരതിഥി വന്നു. അവൻ എന്ത് ചെയ്തു? അവൻ ആ നിമിഷം അവൻ കിടന്ന കിടപ്പിൽ അവൻ എന്ത് ചെയ്തു? ഓടുകയാണ് അവൻ്റെ സ്നേഹിതൻ്റെ അടുത്തേക്ക്. എൻ്റെ അടുത്തൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, എനിക്ക് 3 അപ്പം വായ്പ തരിക എന്ന് പറഞ്ഞ് ഓടുകയാണ്. ഈശോ പറയുക, ഇതാണ് പ്രാർത്ഥന എന്ന് വെച്ചാൽ, നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും നിനക്ക് ഓടിക്കയറാൻ, നിനക്ക് മുട്ടാൻ, നിനക്ക് അന്വേഷിക്കാൻ, നിനക്ക് ഓടി വരാൻ ഒരു വാതിലുണ്ട്, മുട്ടാനൊരു വാതിലുണ്ട്. അതാണ് നിൻ്റെ ദൈവം. അതൊരു റിലേഷനാണ്. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, ഈശോ എത്ര കൃത്യമായിട്ട് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കഥകടച്ച് പ്രാർത്ഥിക്കുക. അത് റിലേഷനെക്കുറിച്ചാണ്, അത് ബന്ധത്തെക്കുറിച്ചാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ കഥകടച്ച് പ്രാർത്ഥിക്കുക. അത് ബന്ധത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവർ, ഈ ബന്ധമുണ്ടോ? നമ്മൾ മറ്റെല്ലാം നമ്മളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോലി, മക്കളുടെ പഠനം, നാളെ ഓഫീസിലെ കാര്യം, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം മാറ്റിവെച്ചിട്ട്, ഇതെല്ലാം പുറത്താക്കിയിട്ട് എനിക്കൊരു ബന്ധമുണ്ടോ യേശുവുമായിട്ട്? ഒരു സമർപ്പിതയെ സംബന്ധിച്ച് ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഇടവകയിലെ കാര്യങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, വീട് വെഞ്ചിരിപ്പ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. വീട് വെഞ്ചിരിപ്പ്, അങ്ങനെ എത്രയോ കാര്യങ്ങളാണ് ഉള്ളത്. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് എനിക്കൊരു സ്വകാര്യതയുണ്ടോ? എനിക്കും എൻ്റെ കുടുംബത്തിനും, എൻ്റെ ദാമ്പത്യ ജീവിതത്തിനും യേശുവുമായിട്ട്, എൻ്റെ സമർപ്പിത ജീവിതവും യേശുവുമായിട്ട്, എൻ്റെ പൗരോഹിത്യവും യേശുവുമായിട്ട്, എൻ്റെ കുടുംബവും യേശുവുമായിട്ടൊരു സ്വകാര്യതയുടെ മുഹൂർത്തം നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്ന ചോദ്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഒലിവ് മല നമ്മൾ ഉണ്ടാക്കുക. ഒലിവ് മലയിൽ നിന്നാലേ കാൽവരി രക്ഷാകരമാവുകയുള്ളൂ. ഒലിവ് മലയിൽ നിന്നാൽ മാത്രമേ കാൽവരി അനുഗ്രഹമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം ഇന്ന് കാൽവരിയിൽ നമ്മൾ തകർന്നടിഞ്ഞ് വീഴുന്നുണ്ടോ, എവിടെയെല്ലാം ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ, ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ഇല്ലാതാകുന്നുണ്ടോ, അതിൻ്റെ എല്ലാം പിന്നിലെ കാരണം നമ്മൾ ഒലിവ് മലയില്ല എന്നതാണ്. എവിടെയെല്ലാം നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം നമ്മൾ വീഴുന്നുണ്ടോ, എവിടെയെല്ലാം പിശാച് നമ്മളെ തകർക്കുന്നുണ്ടോ, അതിൻ്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒലിവ് മല ഇല്ല എന്നതാണ് അതിൻ്റെ പിന്നിലെ ഏക കാരണം. അതിനാൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ വചനം നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ലൂക്ക 11:1, കർത്താവെ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വിടാം. അവനോടടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരടുത്ത് വന്ന് അവനോട് പറഞ്ഞു, അടുത്ത വചനം, കർത്താവെ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. അവസാനത്തെ വചനം 11-ാമത്തെ ലൂക്ക 11:1 അവസാനത്തെ വചനം, കർത്താവെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇന്ന് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇന്ന് നമ്മുടെ ജീവിതം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥിക്കാൻ പഠിക്കുക. അതിനാൽ അത് യേശുവിനോട് തന്നെ ചോദിക്കുക, ഈശോയെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യസാധനത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്നതിൻ്റെ പേരല്ല പ്രാർത്ഥന ബന്ധമാണ്, റിലേഷനാണ്. ഞങ്ങളെ ഈ ബന്ധത്തിലേക്ക് വളർത്തണമേ കർത്താവെ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നതിൻ്റെ അർത്ഥം ഞങ്ങളെ ഈ ബന്ധത്തിലേക്ക് വളർത്തണമേ എന്നതാണ്. അതുകൊണ്ട് ഈ വചനം നമ്മളിപ്പോൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 11:1 കർത്താവെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ആരാധനയിൽ സമർപ്പിച്ച് നമുക്ക് ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. 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 ആരാധിക്കാം നാം
സത്യത്തിലും ആരാധിക്കാം നാം ആത്മാവിലും. ആരാധിക്കാം നാം സത്യത്തിലും ആരാധിക്കാം നാം ആത്മാവിലും. ആരാധിക്കാം നാം സത്യത്തിലും ആരാധിക്കാം നാം ആത്മാവിലും. ആരാധിക്കാം നാം സത്യത്തിലും. സ്തുതികളിൻ മധ്യേ വാസം ചെയ്യും വിശുദ്ധിയിൽ വിശുദ്ധൻ നീ. അത്യുച്ചനാദം സ്തോത്രത്തോടെ ദൂതർ നിന്നെ സ്തുതിച്ചിടുന്നു. സ്തുതികളിൽ മധ്യേ വാസം ചെയ്യും വിശുദ്ധിയിൽ വിശുദ്ധൻ നീ. അത്യുച്ചനാദം സ്തോത്രത്തോടെ ദൂതർ നിന്നെ സ്തുതിച്ചിടുന്നു. ആരാധിക്കാം നാം ആത്മാവിലും ആരാധിക്കാം നാം സത്യത്തിലും. 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 ആരാധിക്കാം ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ ശിഷ്യന്മാർ ചോദിച്ചതുപോലെ നമ്മളും ഈശോയോട് പ്രാർത്ഥിക്കുക. കർത്താവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. കർത്താവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം യുദ്ധമുഖത്ത് നിൽക്കുന്നു. ശത്രുസൈന്യം ഇസ്രായേലിനെ തകർക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന സുന്ദരമായ ഒരു ചിത്രമുണ്ട്. മോശ മലമുകളിൽ കയറി 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു. മോശയുടെ കരങ്ങൾ താഴ്ന്നു പോകുമ്പോൾ ഇതാ അവർ കല്ലെടുത്ത് വെച്ച് കൊടുക്കുന്നു, ആ കരം താഴ്ന്നു പോകാതിരിക്കാൻ. വചനം പറയുന്നു, എപ്പോഴെല്ലാം മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നു അപ്പോഴെല്ലാം വിജയം ഇസ്രായേലിനായിരുന്നു. എപ്പോഴെല്ലാം മോശയുടെ കരങ്ങൾ താന്നോ അപ്പോഴെല്ലാം ഇസ്രായേൽ പരാജയം അനുഭവിക്കേണ്ടി വന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, താഴ്ത്ത് യുദ്ധം ചെയ്തവരല്ല, മറിച്ച് പ്രാർത്ഥനയിൽ ഉയർന്ന കരമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. അധ്വാനമല്ല, പ്രാർത്ഥനയിലെ കരമാണ് അധ്വാനത്തെ അനുഗ്രഹമാക്കുന്നത്. എൻ്റെ പരിശ്രമമോ എൻ്റെ ഓട്ടമോ എൻ്റെ ശ്രമങ്ങളോ അല്ല, എൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ പരിശ്രമങ്ങളെ, അധ്വാനങ്ങളെ, എൻ്റെ പ്രയത്നങ്ങളെ അനുഗ്രഹമാക്കുന്നത്. അനേകം കുടുംബങ്ങളിലെ പ്രശ്നം അധ്വാനിക്കാത്തതല്ല, മറിച്ച് പ്രാർത്ഥിക്കാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ ഈ നിമിഷം നമ്മൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ദൈവമേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവ്, അഭിഷേകം ഞങ്ങളിൽ വരട്ടെ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഈശോ ഉടനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്ക്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ.
ഉടനെ അവിടെയാണ് ദൈവം പിതാവായിട്ട് മാറുന്നത്. അവിടെയാണ് ദൈവം പിതാവാകുന്നത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ യേശു അത്രയും നേരം ദൈവ മനുഷ്യ ബന്ധത്തെ യേശു പിതാവും മകനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഉയർത്തുന്നു. ദൈവ മനുഷ്യ ബന്ധം മാറി അവിടെ അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിലേക്ക്, അവിടെ കുടുംബ ബന്ധത്തിലേക്ക്, രക്തബന്ധത്തിലേക്ക്, അവിടെ ബന്ധത്തിലേക്ക് ദൈവം ഉയർത്തുകയാണ്. അതാണ് പ്രാർത്ഥന, നമ്മളെ ബന്ധത്തിലേക്ക്. അതാണ് ഈശോ പറയുന്നത്, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും, ഞാൻ തനിച്ചല്ല. മൈ ഫാദർ ഈസ് ഓൾവേസ് വിത്ത് മീ. എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതാണ് യേശുവിന് പ്രാർത്ഥനയിൽ കിട്ടുന്ന ബോധ്യം. മൈ ഫാദർ ഈസ് ഓൾവേസ് വിത്ത് മീ. എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. പ്രാർത്ഥന, നമ്മുടെ കുടുംബം പ്രാർത്ഥനയിൽ നിൽക്കട്ടെ. പ്രാർത്ഥനയിൽ നിൽക്കുന്ന കുടുംബം എന്നും നിലനിൽക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ പ്രാർത്ഥനയാകട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ പ്രാർത്ഥനയാകട്ടെ, നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ അടിത്തറ പ്രാർത്ഥനയാകട്ടെ, നമ്മുടെ സഭാ ജീവിതത്തിൻ്റെ അടിത്തറ പ്രാർത്ഥനയാകട്ടെ. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ പ്രാർത്ഥനയിൽ, അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, ഇതിൽ കൂട്ടായ്മ, ഇതിൽ അവർ ഒരുമിച്ച് കൂടി. പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് കൂടണം. പ്രാർത്ഥന നമ്മുടെ കേന്ദ്രമാകണം. ഈ അഭിഷേകം നമ്മിൽ നിറയുവാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അനേകം പേരിൽ ഈ പ്രാർത്ഥനയുടെ അഭിഷേകം കടന്നു വരട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒരുപാട് ഓടിയാലും, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാലും പ്രിയപ്പെട്ടവർ ചെയ്യാൻ പറ്റാത്തത് മുട്ടിന്മേൽ നിന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുക, ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുക എന്ന് വചനം പറയുന്നത്. അതിനാൽ ഒരു നിമിഷം നമുക്ക് കരമുയർത്താം. അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം സമർപ്പിത ജീവിതങ്ങളിലേക്ക്, അനേകം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയുടെ അരൂപി ദൈവമേ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ അഭിഷേകം, പ്രാർത്ഥനയുടെ അരൂപി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇതാ അങ്ങ് കാൽവരിയെ സ്വീകരിച്ചത് ഒലിവുമലയിൽ നിന്നാണ്. ഒലിവുമലയിൽ നിന്ന് കാൽവരിയിലേക്ക് പോയപ്പോഴാണ് കാൽവരി രക്ഷാകരമായത്. ഒലിവുമലയിൽ നിന്ന് കുരിശ് കാസയെ സ്വീകരിച്ചപ്പോഴാണ് ആ കാസ രക്ഷയുടെ കാസയായിട്ട് മാറിയത്. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. തീവ്രമായി പ്രാർത്ഥനയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയിൽ വളരാൻ ഒരു കൃപ ലഭിക്കട്ടെ. ആ വചനം ഒരിക്കൽ കൂടി നമ്മൾ ധ്യാനിച്ച വചനം ലൂക്ക 21:37. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചു. യേശുവിൻ്റെ വിശ്രമം പോലും പ്രാർത്ഥനയുടെ മലയിലാണ്. യേശുവിൻ്റെ വിശ്രമം പ്രാർത്ഥനയുടെ മലയിലാണ്. യോഹന്നാൻ 8:1. അതിരാവിലെ അവൻ ഒലിവുമലയിൽ നിന്നിറങ്ങി വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വിശ്രമം, അല്ലെങ്കിൽ യേശു, നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ റിഫ്രഷ് ആകാൻ യാത്ര പോകാറുണ്ട്. നമ്മൾ അല്പം വിശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് മാനസികമായും ശാരീരികമായും ഒരു റീഫ്രഷ്, ഒരു
വിശ്രമം ആവശ്യമാണ്. യേശുവിൻ്റെ വിശ്രമം, യേശു മാനസികമായും ശാരീരികമായും ഉന്മേഷവാനായത്, റിഫ്രഷായത് പ്രാർത്ഥനയിലാണ്. നമുക്ക് പ്രാർത്ഥന മടുപ്പാകുമ്പോൾ, നമുക്ക് പ്രാർത്ഥന ഭാരമാകുമ്പോൾ യേശുവിന് പ്രാർത്ഥന എല്ലാ മടുപ്പും മാറ്റുന്ന, എല്ലാ ഭാരവും മാറ്റുന്ന, എല്ലാ ടെൻഷനും മാറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് യേശുവിന് പ്രാർത്ഥന. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചു, രാത്രിയിൽ അവൻ വിശ്രമിക്കാൻ ഒലിവ് മലയിലേക്ക് പോയി. അടുത്ത വചനം, അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ഒലിവ് മലയിൽ വച്ചാണ്, ഒലിവ് മലയിലെ തോട്ടം അതാണ് ഗത്സമനി. ഒലിവ് മലയിൽ വച്ചാണ്, അല്ലെങ്കിൽ ഗത്സമനിയിൽ വച്ചാണ് യേശു രക്തം വിയർക്കുന്നത്. ഗത്സമനിയിൽ നിന്നാണ് യേശു കാൽവരിയിലേക്ക് എത്തുന്നത്. ഗത്സമനിയിൽ നിന്ന് കാൽവരിയിലേക്ക് എത്തിയപ്പോഴാണ് കാൽവരി രക്ഷാകരമായത്. നമ്മുടെ ജീവിതത്തിലെ കാൽവരികൾ, നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ എന്തുകൊണ്ട് രക്ഷാകരമാകുന്നില്ല? കാരണം നമ്മൾ കാൽവരിയിൽ നിന്നല്ല, ഒലിവ് മലയിൽ നിന്നല്ല കാൽവരിയിൽ എത്തുന്നത്. നമ്മൾ പ്രാർത്ഥനയിൽ നിന്നല്ല കുരിശിനെ സ്വീകരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയിൽ നിന്നല്ല കാൽവരിയിലേക്ക് നടക്കുന്നത്. നമ്മളുടെ കുരിശിൻ്റെ വഴിയുടെ പിന്നിൽ ഒലിവ് മലയില്ല. നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ പിന്നിൽ പ്രാർത്ഥനയില്ല. ജീവിതത്തിൽ കുരിശിൻ്റെ വഴി യാഥാർത്ഥ്യമാകുമ്പോൾ, ജീവിതത്തിൽ കുരിശിൻ്റെ വഴി പതിവാകുമ്പോൾ, കുരിശിൻ്റെ വഴി ഉദ്ധാനത്തിൻ്റെ വഴിയിലേക്ക് എത്താൻ, കുരിശിൻ്റെ വഴി ഉദ്ധാനത്തിൻ്റെ വഴിയിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവരെ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കണം. കുരിശിൻ്റെ പാത ഉദ്ധിതൻ്റെ പാതയിലേക്ക് മാറാൻ ഒലിവ് മല വേണം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ഈ ശുശ്രൂഷ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾക്കറിയാം, ഈ ശുശ്രൂഷ പേര് തന്നെ ഉദ്ധിതൻ്റെ പാതയിൽ, കുരിശിൻ്റെ പാതയിലല്ല. കുരിശിൻ്റെ പാതയിൽ നിന്ന് നമ്മൾ ഉദ്ധാനത്തിൻ്റെ പാതയിലേക്ക് എത്തണം. കുരിശിൻ്റെ പാതയിൽ നിന്ന് ഉദ്ധാനത്തിൻ്റെ പാതയിലേക്ക് എത്താൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റ നിബന്ധനയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥനയുടെ ഒലിവുമല വേണം. പ്രാർത്ഥനയുടെ ഒലിവുമലയുണ്ടെങ്കിൽ മാത്രമേ കുരിശിൻ്റെ പാത ഉദ്ധാനത്തിൻ്റെ പാതയിൽ എത്തിച്ചേരൂ. അതിനാൽ ദൈവമേ, ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും പ്രാർത്ഥനയിൽ നിന്ന് സ്വീകരിക്കുവാൻ, പ്രാർത്ഥനയിൽ വളരാൻ, പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന. നമ്മുടെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ആ കുടുംബത്തിൽ വരുന്ന പ്രതിസന്ധികൾ രക്ഷാകരമാക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ എന്നതല്ല, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല എന്ന് പറയുമ്പോൾ വിവാഹത്തെ ഒരുമിപ്പിക്കുന്നത് യേശുവാണ്. അപ്പോൾ ദാമ്പത്യത്തിൽ പ്രാർത്ഥനയുണ്ടോ? പൗരോഹിത്യം അത് യേശുവിനോട് ചേർന്ന് മാത്രം ജീവിക്കുന്നൊരു ജീവിതം. എൻ്റെ പൗരോഹിത്യം പ്രാർത്ഥനയിലാണോ? എൻ്റെ സന്യാസ ജീവിതം പ്രാർത്ഥനയുടെ അടിത്തറയിലാണോ? എത്രത്തോളം വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ വളരുന്നു? മത്തായിയുടെ സുവിശേഷം നമ്മൾ ധ്യാനിച്ചതാണ് ആ വചനം. യേശുവിൻ്റെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്നൊരു വാർത്ത കേൾക്കുന്നു. അപ്പോൾ യേശു ചെയ്ത പ്രവൃത്തി നമ്മൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 14:13 ഇത് കേട്ടുടനെ അവൻ തനിച്ച് ഒരു വിജനദേശത്തേക്ക് പോയി. അവൻ പ്രാർത്ഥിക്കാൻ പോയി. ജീവിതത്തിലെ കേൾക്കാൻ പാടില്ലാത്ത ദുഃഖവാർത്ത, സ്വീകരിക്കാൻ പറ്റാത്ത ചില നൊമ്പരങ്ങൾ, താങ്ങാൻ പറ്റാത്ത ചില യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കുന്നുണ്ടോ? പ്രാർത്ഥന ഉണ്ടോ? പ്രിയപ്പെട്ടവർ, അതൊരു ബന്ധമാണ്. അതൊരു ബന്ധമാണ്. ഈശോ നമ്മളെ വിളിക്കുന്നത് ഈ ബന്ധത്തിലേക്കാണ്. അതിനാൽ ഈ ബന്ധത്തിലേക്ക് നമ്മൾ വളരുക. പ്രാർത്ഥന ഒരു ബന്ധമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഈശോ പഠിപ്പിക്കുന്നത് പിതാവേ എന്ന് വിളിക്കാനാണ്. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, അങ്ങയുടെ രാജ്യം വരട്ടെ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകട്ടെ.
അന്നു വേണ്ട ആഹാരം തരണേ. കേട്ടോ, എല്ലാം ബന്ധത്തിലാണ്. അന്നു വേണ്ട ആഹാരം എല്ലാം ആ പ്രാർത്ഥനയിൽ ഈശോ കൊണ്ടുവരികയാണ്. പ്രാർത്ഥന ബന്ധമാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള വളർച്ചയാണ് പ്രാർത്ഥന. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ അരൂപി നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയുടെ അരൂപി നിറയട്ടെ. യേശുവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാക്കി മാറ്റണേ, പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ഇതിനുവേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചോദിക്കുന്നു, ദൈവം തരുന്നു, അതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനൊരു സ്വകാര്യതയുണ്ട്, അതിനൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു, നിങ്ങൾ കഥകൾ അടയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് രണ്ടുപേരോടൊപ്പം സംസാരിക്കുമ്പോൾ നമ്മൾ കഥ അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ രണ്ടു പേർക്കിടയിൽ ഒരു സ്വകാര്യതയുണ്ട്. ആ രണ്ടു പേർക്കിടയിൽ ഒരു സ്വകാര്യതയുള്ളത് കൊണ്ടാണ് കഥ കടയ്ക്കുക എന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നീ വരിക. നമുക്കൊരു നിമിഷം ഈ അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രാർത്ഥനയുടെ അഭിഷേകം വരണമേ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനേകം കുടുംബങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ശക്തിപ്പെടട്ടെ, അനേകം കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന പുനഃസ്ഥാപിക്കപ്പെടട്ടെ, അനേകം ദമ്പതികൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രാർത്ഥിക്കട്ടെ, അനേകം പുരോഹിതർ സമർപ്പിതർ പ്രാർത്ഥനയിൽ ആഴപ്പെടട്ടെ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ ഈശോയെ. നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശു, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശു, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശു, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശു. ഈശോ നൽകുന്നൊരു മുന്നറിയിപ്പ്, നിന്റെ കുടുംബത്തിൽ ഇന്ന് നിനക്ക് യേശു നൽകുന്നൊരു മെസ്സേജ്, ഒരു സന്ദേശം ഇതാണ്. മക്കളെ, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. 1 മണിക്കൂർ നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റില്ലേ? പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇത് അനേകം കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നൊരു സന്ദേശമാണ്. 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റുന്നില്ലേ? ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റുന്നില്ലേ? ഇതൊരു മെസ്സേജാണ്, ഇതൊരു ചോദ്യമാണ്. അടുത്ത സന്ദേശം, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചത് നമ്മുടെ കുടുംബത്തെ, മക്കളെ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. സ്നേഹത്തിൻ്റെ പരാജയത്തെക്കുറിച്ച്, കുടുംബത്തിൽ എങ്ങനെ സ്നേഹം കൊടുക്കണം ധ്യാനിക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മൾ അതിലേക്ക് വരികയാണ്. യേശുവെ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. 1 മണിക്കൂർ ഉണർന്നിരിക്കുക. പരീക്ഷയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മുമ്പിൽ, സമർപ്പിത പൗരോഹിത്യ ജീവിതത്തിന് മുമ്പിൽ ഒരുപാട് നമ്മളെ തകർക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തെ മുഴുവനും ഇല്ലാതാക്കാൻ പറ്റുന്ന പരീക്ഷണങ്ങൾ പ്രലോഭനകൻ ഇന്നെത്തി നിൽക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളുടെ മുമ്പിൽ, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ നിർത്തുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുന്നുണ്ടോ? ക്രൈസ്തവ കുടുംബങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഇത് കൈമോശം വരുന്നിടത്താണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇതുവരെയും വരാത്ത ഒരുപാട് ശക്തികൾ, അത് ലഹരിയായിട്ട്, തെറ്റായ ബന്ധങ്ങളായിട്ട്. അതിന് നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല. ഈശോ പറഞ്ഞ ആ മെസ്സേജ്, ഈശോ പറഞ്ഞ ആ സന്ദേശം, ഈശോ നൽകിയ മുന്നറിയിപ്പ് ഇതാ: പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക.
മുമ്പെന്നത്തെക്കാളും ഒരുപാട് പ്രസക്തിയുള്ളൊരു വചനം. ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ, കുടുംബത്തെ, മക്കളുടെ ഭാവിയെ തകർക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ മുമ്പിൽ, നമ്മൾ ജോലി ചെയ്യുന്നിടങ്ങളിൽ ഒക്കെ ഒരുപാട് പരീക്ഷണത്തിൻ്റെ പ്രലോഭകൻ, പരീക്ഷണത്തിൻ്റെ പിശാച് നിൽക്കുകയാണ്. അവിടെ ഈശോ പറയുന്നു, മക്കളെ, പരീക്ഷയിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. കുടുംബ പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ ഈശോ പറയുന്നു. വ്യക്തി ജീവിതത്തിലെ പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ ഈശോ പറയുന്നു. വചനം വെച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ജപമാലയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഈശോയോട് ചേർന്ന് നിൽക്കാൻ ഈശോ ഈ രാത്രിയിൽ, ഈ ദിവസം നമ്മളോട് പറയുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ നിർത്താൻ തീരുമാനമെടുക്കുക. നമ്മുടെ ജീവിതങ്ങളെ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കാൻ തീരുമാനമെടുക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച്, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി, വലിയ കടബാധയിലൂടെ കടന്നു പോകുന്ന, ഒരുപക്ഷെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന അങ്ങനെയുള്ള എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു. ഭാരപ്പെടുന്ന എല്ലാവരെയും, വേദനിക്കുന്ന എല്ലാവരെയും ഈശോയെ നീ ആശീർവദിക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ ഏകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയിൽ അനുദിനം ഞങ്ങളെ വളർത്തുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം ലൂക്ക 11:1. കർത്താവേ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.